നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് പിതൃവിനെ കുറിച്ചാണ്. ഒരുപാട് പേരുടെ സംശയമാണ്. സംശയം എന്ന് പറഞ്ഞാൽ, പിതൃവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണോ? ഒരുപാട് പേരുടെ ചോദ്യമാണ്. അങ്ങനെ തൃപ്തിപ്പെടുത്തിയാൽ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, വലിയ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാനത് വിശദമായി തന്നെ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. നമ്പറിലേക്ക് വിളിച്ചുള്ളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാതെ കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പിതൃ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർ മരിച്ചു പോകുമ്പോൾ മാത്രമാണ് പിതൃ എന്ന് ആയി മാറുന്നതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട 10 വയസ്സിന് മേൽ പ്രായമുള്ള ആര് മരിച്ചാലും അവർ മരണശേഷം പിതൃവായി മാറും. പിതൃവായി അവർ സ്വയം മാറുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ അവരെ പിതൃവാക്കി മാറ്റി കൊടുക്കുന്ന ചടങ്ങുകൾ നമ്മൾ ചെയ്യണം. അത് ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും കൃത്യമായിട്ടുള്ള ചടങ്ങുകൾ അത് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുഴിക്കരെ കൊണ്ടുപോയി നമ്മൾ സംസ്കരിക്കുക. അപ്പോൾ 5-നോ 6-നോ നടത്തുന്ന സഞ്ചാന്യം, 16-ന് നടത്തുന്ന പുല ഉളി അടിയന്തിരം, അതിനുശേഷം 13 ബലി, അതായത് 12 മാസം കൊണ്ട് 13 ബലി, മാസബലി എന്ന് പറയും. അതും നമ്മൾ കൃത്യമായി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഏത് നക്ഷത്രത്തിലാണോ മരിക്കുന്നത് ആ നക്ഷത്രത്തിലെ തുടർന്ന് വരുന്ന 28 ദിവസം കൊണ്ടുമാണ് ഒരു നക്ഷത്രം വരുന്നത്. അങ്ങനെ വരുമ്പോൾ 12 മാസം കൊണ്ട്, അതായത് ഒരു വർഷം കൊണ്ട് 13 നക്ഷത്രം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 13ാമത്തെ ബലി എന്ന് പറഞ്ഞാൽ വാർഷിക ബലിയായി നമ്മൾ ആചരിക്കണം. അതിന് മുടക്കം വരുത്തരുത്. അത് നമ്മളൊരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ മരണം വരെ നമ്മൾ അവനെ സംരക്ഷിക്കണം. പക്ഷെ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ ആത്മാവിനെ ഒരു വർഷക്കാലം നമ്മളിങ്ങനെ സംരക്ഷിച്ചാൽ, മുടക്കമില്ലാതെ സംരക്ഷിച്ചാൽ തീർച്ചയായിട്ടും അതൊരു പിതൃസ്ഥാനീയനായി മാറുകയും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരികയും ചെയ്യും. ഒരു ഒറ്റ കാര്യം കൂടെ പറയാം. അഥവാ നമ്മൾ ഈ പിതൃതർപ്പണങ്ങൾ മുടക്കം വരുത്തി അത് പിതൃ അല്ലാതെ പ്രേതാത്മാവായാണ് പിന്നെ മാറുന്നത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്കത് ദോഷങ്ങളുണ്ടാക്കും. അതിനൊരു സംശയം വേണ്ട. അതുപോലെ പിതൃവാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുമെന്നുള്ളതാണ്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ക്ഷേത്രത്തിൽ പോയി ഒരു പ്രാർത്ഥന നമ്മൾ ദൈവത്തിങ്കൽ നടത്തിയാൽ പോലും ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ പാദത്തിങ്കൽ എത്തിക്കുന്നത് പിതൃക്കളാണ്. അപ്പോൾ പിതൃ സഹായമില്ലാതെ നമുക്കൊരു ഭാഗ്യങ്ങളും കിട്ടില്ല എന്നുള്ളതാണ്. പിതൃവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങളും കിട്ടും. നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഭാഗ്യത്തിനേക്കാൾ നമുക്ക് അത് അനുഭവയോഗമായി വരുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവ് ഞാനാണ്. കാരണം ഇന്നും ഞാൻ എല്ലാ മാസവും പോയി എൻ്റെ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. മാസത്തിൽ ഒരു ദിവസം കൃത്യമായിട്ട് ഞാൻ അത് തർപ്പണങ്ങൾ നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വപ്നത്തിൽ കാണാത്ത വിധത്തിലുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. അവർക്കും ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പിതൃ എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരക്കാരനല്ല. ചില ആൾക്കാർ പിതൃവിനെ തൃപ്തിപ്പെടുത്തി വെച്ചതിന് ശേഷം മറ്റു പല മോശമായ കാര്യങ്ങൾക്കും പിതൃവിനെ നമ്മൾ ഉപയോഗിക്കും. അതായത് അതിൽ ആദ്യം പറയാനുള്ളത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ബാക്കിയുള്ളവരാകട്ടെ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കോ കാര്യങ്ങളോ പകയോ വിദ്വേഷമോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ മരിച്ചു പോയാൽ ഒരിക്കലും ആ പിതൃവിനോട് നമ്മൾ ആ ഒരു വാശി വൈരാഗ്യം കാണിക്കരുത്. അതും അങ്ങനെ കാണിച്ചാൽ അത് നമുക്ക് ദോഷമായി വരും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ആ സമയത്തിന് മറന്നു കഴിഞ്ഞതിന് ശേഷം ആ ആത്മാവിന് തർപ്പണങ്ങൾ കൊടുത്ത് പിതൃവാക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുകൂടി ഉണ്ടെങ്കിൽ നമ്മൾ ആ വൈരാഗ്യങ്ങളെല്ലാം, ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വൈരങ്ങളെല്ലാം മറന്നുകൊണ്ട് കൃത്യമായി പോയി തർപ്പണങ്ങൾ ചെയ്തു കൊടുത്താൽ ആ പിതൃ നമ്മൾ തൃപ്തരാകും. നമുക്ക് വേണ്ടുന്ന എല്ലാവിധ ഭാഗ്യങ്ങളും തരും. പിന്നൊരു കാര്യം, നമ്മൾ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അതേ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പിതൃക്കളോടും പ്രാർത്ഥിക്കണം. മനസ്സുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ പിതൃക്കളും എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം ഇറങ്ങുവാനായിട്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരാളോട് വിരോധം നമുക്ക് തോന്നുന്നു, അയാളെ നശിപ്പിക്കുവാനായിട്ട്. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ
നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങും, ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനെ വരുമ്പോൾ ഒരാളോട് നമുക്കൊരു വൈരാഗ്യം തോന്നിയാൽ അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ചില ആൾക്കാർ പിതൃക്കളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഉള്ള ഭാഗ്യം കൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അപ്പം പിതൃവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുക. നമുക്കും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭാഗ്യങ്ങൾ അവരോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോകുന്ന നമ്മുടെ കാരണവന്മാരുടെ, അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധമുള്ളവരുടെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ആത്മാവിനെ മോക്ഷപ്രാപ്തി കൊടുത്ത് അവരെ പിതൃവാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടും. അതിന് ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോകുന്നവരുടെ ആത്മാക്കളെ നമ്മൾ ഇതുപോലെ തൃപ്തിപ്പെടുത്തിയെടുത്താൽ 1 വർഷം കൊണ്ട് അവർക്ക് മോക്ഷപ്രാപ്തി കൊടുത്ത് അവരെ പിതൃപദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളിലേക്ക് തൃപ്തിയരാകുകയും നമുക്ക് വേണ്ടുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 1 വർഷം കഴിഞ്ഞാൽ പിന്നീടൊന്നും ചെയ്യണ്ടേ? ഒരുപാട് പേരുടെ ചോദ്യമാണ്. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് അത് പിതൃക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മുടെ കാരണവരെ മരണപ്പെട്ടു പോയി 1 വർഷം നമ്മൾ ഈ തർപ്പണങ്ങൾ ചെയ്ത് അവർ പിതൃവായി കഴിഞ്ഞാൽ പിന്നീട് വർഷത്തിൽ 1 ദിവസം നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുത്താലും മതി. പക്ഷേ നമ്മൾ എല്ലാ മാസവും പോയി ചെയ്തു, അതെല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് നമുക്കൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് 1ാം സമ്മാനം കിട്ടും. പക്ഷെ ബമ്പർ സമ്മാനമാണെങ്കിലോ അത് കുറച്ചുകൂടി നമുക്ക് സന്തോഷവും ആനന്ദവും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളൊക്കെ തരുന്നതാണ്. അതുപോലെ തന്നെ വർഷാവർഷം ചെയ്തു കൊടുക്കുന്ന ബലി കൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടും. പക്ഷേ എല്ലാ മാസവും പോയി നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു തർപ്പണം നമ്മൾ നടത്തി കൊടുത്താൽ തീർച്ചയായിട്ടും ആ വരുന്ന ഭാഗ്യങ്ങൾ നമുക്ക് നിർവചിക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. അത് ആവോളം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ വിധത്തിലും എനിക്ക് ഭാഗ്യങ്ങൾ ഒരുപാട് എനിക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഞാൻ പ്രതീക്ഷിക്കാത്ത, സ്വപ്നം കാണാത്ത എൻ്റെ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് ഈ വിധത്തിലൊന്നും എനിക്ക് ഉയർന്നു വരാനോ എനിക്ക് അതേ കണക്കുള്ള ഒരു ചുറ്റുപാടുകളുണ്ടാവാനൊന്നും ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ ഒരു ഗുരു പറഞ്ഞു തന്ന ആ ഒരു രീതിക്ക് ഞാൻ മുന്നോട്ട് പോയി. എല്ലാ മാസവും ഞാൻ പോയി ഇത് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും ഞാനത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിതൃവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. പിതൃവിനെ ആക്ഷേപിക്കാതിരിക്കുക, പിതൃവിനോട് നമ്മൾ മോശമായ കാര്യങ്ങൾ ആവശ്യപ്പെടാതിരിക്കുക, പിതൃവിനോട് ഭാഗ്യങ്ങൾ മാത്രം, നമുക്കും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഭാഗ്യങ്ങൾ മാത്രം നമ്മൾ ആവശ്യപ്പെടുക. ഈ പിതൃ നമുക്ക് ഭാഗ്യങ്ങൾ തരും പോലെ തന്നെയാണ്. പിതൃ ആകാതെ വന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് പിന്നെ പിതൃവായി മാറുന്നത്. അപ്പം അത് എങ്ങനെയാണ് പിതൃവായി മാറുന്നതും എത്ര സമയം കൊണ്ടാണെന്നുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെ മാറാതിരുന്നാൽ അങ്ങനെയുള്ളതാണ് പ്രേതാത്മാക്കളായിട്ട് നമുക്ക് ചുറ്റിനും നമ്മുടെ ഭൂമിയിൽ അലഞ്ഞു തിരികെയും അത് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വരുന്ന തലമുറയ്ക്കും ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് മാത്രമെന്നല്ല, നമ്മുടെ ചുറ്റുപാടുകളുള്ളവർക്കും, അല്ലെങ്കിൽ ഈ പ്രേതം വസിക്കുന്ന എവിടെയാണോ അതുവഴി കടന്നു പോകുന്ന മിക്ക ആൾക്കാർക്കും ഇത് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുകയും അതുവഴി അവരൊരുപാട് ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം പിതൃ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ ആത്മാവിനെ അത് വേണ്ടപ്പെട്ടവർ എടുത്തില്ലെങ്കിൽ അത് തനിക്കും ആ നാടിനും ദോഷമായി മാറും എന്നുള്ളതാണ്. അതേസമയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരെ തർപ്പണങ്ങൾ കൂടി മോക്ഷപ്രാപ്തി കൊടുത്ത് കൊണ്ടുവന്നാൽ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒരുപാട് ഭാഗ്യങ്ങൾ തരുമെന്നുള്ളതാണ്. പിതൃവിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, അതിൽ നിന്നും നിങ്ങൾ പിന്നോട്ട് പോകരുത്. അതിന് യാതൊരു വിധമായ അലസതയും കാണിക്കാതെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോയാൽ ഏറെ ഭാഗ്യങ്ങൾ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. അതിന് ഒരു സംശയവും വേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി മാറട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുപോലുള്ള പ്രേതബാധ ദോഷങ്ങൾ, സർപ്പദോഷങ്ങളോ ശത്രുദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ഞങ്ങളെപ്പോലുള്ളവർ അവിടെ നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ചാൽ അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അത് ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം.
അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ട് വന്ന് അറിയാനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.